ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. ഒരുപാട് ആളുകൾ ഈ ഒരു സ്റ്റോറിക്കാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. എൻ്റെ ഡെലിവറി സ്റ്റോറി ഒന്നല്ല. സൂട്ട് റൂം നൗഫൽ എന്താ ഉണ്ടായിരുന്നു? നൗഫല് തലയിറങ്ങി വീണില്ലേ? പറയും തലയിറങ്ങി വീണ് പറയും. വേറൊരു നൗഫലിനെ ഞാൻ അവിടെ കണ്ടു എന്ന് പറയും. അപ്പൊ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എന്താ പറയും, തന്താനീനാനേ താനേ, ഭൂമിയിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല എന്ന് പറഞ്ഞ് 100% ശരിയാണ്. പെണ്ണുങ്ങളാരെ എങ്ങനെയൊക്കെ ഞാൻ നമിച്ചിക്കണേ, ഇങ്ങനെ നിങ്ങൾ സാധിക്കുന്നു. ഏതൊരു ഭർത്താവും സൂട്ട് റൂമിൽ കയറണം, എന്തെങ്കിലും പണ്ടം പണയം വെച്ചിട്ട് നിങ്ങൾ കയറിക്കോളി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മാരെ നിങ്ങൾക്ക് അനാഥാലയത്തിലാക്കാനും നോക്കാനും ഒരു നോക്ക് കാണാനും ടൈമില്ലാതെ വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് സുഖ സൗകര്യങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങ് ഇംഗ്ലണ്ടിലും അമേരിക്കയിലും നിങ്ങൾ പോയി കിടക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ ഇവിടെ നിന്ന് ആ വേദന അത്രയും വേദനിച്ചിട്ട് നിങ്ങൾക്ക് ജന്മം നൽകി നിങ്ങൾക്ക് നോക്കാനുള്ള സമയം കിട്ടണില്ലല്ലോ. അത് ഈ നോക്കാത്ത മക്കളെ കുറിച്ചിട്ട് അടുത്ത് പറയുന്നത്. ഓരോരുത്തർക്ക് വയസ്സായ ഉമ്മാർ ബാധ്യതയായിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഈ ഉമ്മാർക്ക് എന്താവും അറിയോ, ഇവർക്ക് ഈ സോഡിയം കുറഞ്ഞ പ്രശ്നങ്ങളുള്ള ഉമ്മാരുണ്ടാവും. അപ്പോൾ ഇവർക്ക് തൊള്ളയിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും. എല്ലാവരുടെ ഫാമിലിയിൽ കുറേയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർക്കത് എന്താണ്, ഒരു പൊതു സമൂഹത്തിൽ ഈ ഉമ്മനെ കൊണ്ടിരുത്താൻ, അതേമാതിരി ഒരു 4 ആൾ കൂടുന്നിടത്ത് ഈ ഉമ്മനെ കൊണ്ടിരുത്താൻ അങ്ങനെയൊക്കെ എന്താവും, ഭയങ്കര ഒരു കുറച്ചിലായിട്ട് തോന്നുന്നത്. അത് മരുക്കൾക്ക് കുറച്ചിലായിട്ട് തോന്നുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നും. മനസ്സിലായില്ലേ? ഒരു ഉമ്മക്ക് 10 മക്കളെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. 10 മക്കൾക്ക് ഒരു ഉമ്മനെ നോക്കാനാണ്. ശരിയാണ്. 10 മക്കൾക്ക് ഒരു ഉമ്മനെ നോക്കാൻ എന്താ, അവൻ നോക്കട്ടെ അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ, അവര് ആ മക്കള് ചിന്തിക്കണമെങ്കിൽ നമ്മൾ ഇപ്പൊ ഞാൻ പറയാലോ, ഇപ്പൊ ഞാൻ ആദ്യത്തെ ഡെലിവറി അലയാന്റെ ഡെലിവറിക്ക് ഞാൻ എവിടെ നിക്കണേ, പുറത്താ നിക്കണേ. പ്രസവിച്ച് മോളാണ് എന്ന് പറയും. നമുക്കത് നമ്മള് അവിടെ എപ്പോഴും നമ്മള് മോളെ മാത്രമേ ചിന്തിക്കണേ. ഇവിടെ എങ്ങനെ പെറ്റു എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിന്തിക്കുക. നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ സ്വപ്നം, അതായത് അതുപോലെ തന്നെയാണ് നമ്മളെ സ്വപ്നം വേഗം പോവാണിരിക്കുകയാണ്. പക്ഷെ നമുക്ക് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ മോളെ നോക്കണേക്കാൾ കൂടുതൽ ശരിക്ക് ഞാൻ കണ്ടത് നമ്മൾ ഭാര്യമാരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും ഇന്നേ വരെ അങ്ങനെ ഭാര്യമാരെ പുകഴ്ത്തിയിട്ട് അങ്ങനെ വർത്തമാനം പറയാത്ത ഒരാളാണ്. കാരണം എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയാത്തതുകൊണ്ട് ഇപ്പം ഞാൻ അനുഭവിച്ചോണ്ട്, അതുകൊണ്ട് ഒരുപാട് അനാഥാലയത്തിൽ ഉമ്മാർ കൂടി വരുന്നുണ്ട്, നോക്കാൻ പറ്റാതെ എന്തൊക്കെയോ നിങ്ങൾ കാട്ടിക്കൂട്ടുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു വട്ടം സൂട്ട് റൂമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളെ ഉമ്മാരെ കൊണ്ടാക്കൂല. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ് അല്ലേ. നമ്മളന്നും കൊണ്ടാക്കൂല, ഇന്നും കൊണ്ടാക്കൂല. ഇത് കണ്ടപ്പോൾ നമുക്ക് ഉമ്മാരെ പടച്ചോന് തുല്യാക്കിയിട്ടാണ് ഞാനൊക്കെ വെച്ചിട്ടുള്ളത്. പ്രസവിച്ചല്ലോ, ആ ഒരു വേദന സഹിച്ചല്ലോ. അപ്പോൾ എന്തായാലും പ്രസവിച്ച എല്ലാ ഉമ്മാർക്കും നമുക്ക് ഉമ്മാരെ കാലിൻ്റെ സ്വർഗന്ന് വെറുതെ പറഞ്ഞല്ലാന്ന് മനസ്സിലായി ഗായ്സ്. ആ ഒരു മണിക്കൂർ ഇന്നെ മനസ്സിലാക്കി എന്നുള്ളതാണ്. എന്തായാലും വേറെ ഒന്നും പറയാനില്ല. എന്തായാലും കയറണം. പിന്നെ ഒരു കാര്യം, മനധൈര്യമുള്ളവർ മാത്രം കയറിയാൽ മതി, അല്ലാത്തവർ കയറരുത്. ഇനി നമുക്ക് നമ്മുടെ ഇതിലോട്ട് കിടക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരിക്കലും ഒരു ഫണ്ണി ആയിട്ട് ആരും കാണരുത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമനെ ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. അവൾ അത്രയും വേദന സഹിച്ച് ഒരു ആൺകുട്ടീനെ പ്രസവിച്ചു. ആണായാലും പെണ്ണായാലും ആ ഒരു പ്രസവ വേദന ഒരിക്കലും ഒരാൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ അഭിനയിക്ക് ചിഹ്നം കാണുമ്പോൾ ഒരിക്കലും അഭിനയിക്കാനായിട്ട് അത് കഴിയൂല. കാരണം അത്രയും ആഗ്രഹിച്ചിട്ടാണ് ഓളിന്നെ ആ സൂട്ട് റൂമിൽ കയറ്റുന്നത്. അങ്ങനെ ആഗ്രഹിച്ച് കേട്ട് ഇന്നെ അത്രയും ആൾക്കാരെ മുന്നിൽ നിന്ന് അഭിനയിക്കല്ല, കടന്നു പോന്ന് പറഞ്ഞപ്പോ ഇവിടെ പിന്നെ എന്തിനാ പഠിച്ചോനെ എന്നതിൻ്റെ ഉള്ളിൽ കയറ്റിയെന്ന് വരെ ഞാൻ ചിന്തിച്ചു. ഓക്കെ, അപ്പം എനിക്ക് അപ്പോഴും എനിക്ക് തോന്നിയല്ല വേദന. എനിക്ക് ഇവിടെ മുഖത്തും പിന്നെ കണ്ണിന്ന് വരുന്ന കണ്ണീരും ആ വേദനയിൽ പറയുന്ന പിച്ചും പേയിലും ഓരോ വേദന സഹിക്കാൻ പറ്റാതെ കാട്ടിക്കൂട്ടുന്ന പരക്കം പാച്ചിലൊക്കെ നമ്മൾ നേരിട്ട് നിന്ന് കാണുകയാണ്. അതായത് ഒരു എക്സ്ട്രീം ലെവൽ വേദന, ഒരു മനുഷ്യന്റെ എക്സ്ട്രീം ലെവൽ വേദന നമ്മൾ കണ്ണ് കാണണം നേരിട്ട്. അതായത് മരണവേദന ആണെങ്കിലും പ്രസവ വേദന ആണെങ്കിലും രണ്ടിനും വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം നമ്മളിത് നേരിട്ട് കണ്ടതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഉമ്മാരെന്നല്ല
ഇത് അനുഭവിക്കുന്ന വാപ്പാരും ഉണ്ട്. വാപ്പാർ ഇതിൽ പെടേണ്ട ആൾക്കാരല്ലോ. ഒരു വാപ്പുണ്ടെങ്കിലല്ലേ ഇപ്പൊ എനിക്ക് ജീവൻ തന്നതും എന്റെ മക്കൾക്ക് ജീവൻ കൊടുത്തു. എല്ലാവർക്കും ഓരോരോ ഉമ്മയും വാപ്പേനെ വലുത്. പക്ഷെ അറിയാത്ത കുറെ ആൾക്കാരുണ്ട് ഇന്നത്തെ സമൂഹത്തിൽ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇത് പറയുന്നത്. ഇനി നമ്മുടെ വിഷയത്തിലോട്ട് കടക്കാം. സൂട്ട് റൂം അല്ലേ? ഇത് സൂട്ട് റൂമിൽ ഞാൻ അനുഭവിച്ച കാര്യം ഇപ്പോൾ ഒന്ന് പറഞ്ഞാണ്. ഇനി ഇവിടെ അനുഭവിച്ചത് ജസ്റ്റ് ഒന്ന് പറയാട്ടോ. ഇത് കളിയാക്കലായിട്ട് ആരും കൂട്ടരുത്. ഇതിൻ്റെ കുറച്ച് സിറ്റുവേഷൻസ്. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണല്ലോ കയറുന്നത്. ഫസ്റ്റ് ഞാൻ പുറത്ത് നിൽക്കുകയാണ്. 8:30 മണിയായിക്കുന്നു. ഞാൻ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. 8:30 മണിയായിട്ട് ഇന്ന സൂട്ട് റൂമിൽ കയറ്റില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെ കയറ്റൂലാന്ന്. ഞാൻ അങ്ങനെ വിചാരിച്ച് ധൈര്യത്തോടു കൂടി ഞാൻ ധൈര്യത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഞാൻ എന്റെ വിചാരം എന്താ വെച്ചാൽ ന്യൂഫൽ നെഞ്ചിലെ പ്രസവിച്ചിട്ടോ എന്നുള്ളത് കേൾക്കാൻ വേണ്ടി ഞാൻ പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ സിനോന്റെ ഉമ്മ പോയി വരുന്നുണ്ട്. ഇച്ച് കയറുന്നില്ലേ ചോദിച്ചു. അപ്പൊ ഞാൻ എവിടേക്ക് ചോദിച്ചു. അവൾ അപ്പുറത്തെ റൂമൊക്കെ മാറ്റിയിരിക്കണു, സൂട്ട് റൂമൊക്കെ മാറ്റിയിരിക്കണു പറഞ്ഞു. സൂട്ട് റൂമൊക്കെ ഒന്നും കൂടി ചോദിച്ചിട്ട് വരികയാണ് ആ സൂട്ട് റൂമൊക്കെ. പിന്നെ എനിക്ക് തോന്നി എന്ത് ഞങ്ങളെ മാറ്റിയിട്ട് ഞാൻ പോവാതിരുന്നതിന് ജീവിതകാലം മുഴുക്കുമ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നടക്കും. നിജാസ് കയറിയായിരുന്നു, നിങ്ങൾക്കൊന്ന് കയറാനുള്ള ധൈര്യം ഉണ്ടായില്ലല്ലോ, അതുകൊണ്ട് കയറിയതല്ല. അങ്ങനെ ഞാൻ കയറിയപ്പോൾ ഇവിടെ ഫുള്ള് റെഡി ആയിട്ടിരിക്കുകയാണ്. കയറിയ പാട് ഞാൻ ഒരു കണ്ടന്റ് കണ്ടത്. ഓക്കെ, അങ്ങനെ സൂട്ട് റൂമൊക്കെ കാണിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞു ഫുള്ള്. അപ്പോഴൊന്നും ഇവൾക്ക് വേദന ഇല്ല കേട്ടോ. അല്ല, ആ വേദനയും കാര്യങ്ങളൊന്നും അവൾക്ക് എനിക്ക് അങ്ങനത്തെ വേദന എനിക്ക് തോന്നിയില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറയാലോ, ഉള്ളിൽ ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷെ എനിക്കിത് പുറത്ത് കാണിക്കാൻ പറ്റൂല. കാരണം ഞാനൊരു യൂട്യൂബറാണ്. കാരണം ആ നിൽക്കുന്ന നേഴ്സാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് കാണുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഇത്ര തടിയും മണ്ണും ഉണ്ടായിട്ട് എനിക്ക് എൻ്റെ ആ ധൈര്യം ഒന്ന് ഇതാവണ്ടല്ലോ. അത് മാത്രമല്ല, അങ്ങനെ നിന്ന് പെട്ടെന്ന് നേഴ്സ് പറഞ്ഞു ഇവിടെ നിന്ന ഭർത്താക്കന്മാരൊക്കെ തല ഇറങ്ങി ഓടിക്കൊടുന്ന്. അപ്പോൾ പോയി കയ്യിൽ നിന്ന് പോയി. ഇവിടെ നിൽക്കണം. കാരണം ഒരുവിധം ഭർത്താക്കന്മാരൊക്കെ തല ഇറങ്ങി ഇരിക്കലുണ്ട്, വീഴലുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാനാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ആക്കിയിട്ട് ഫുഡ് കഴിക്കാൻ പോകണത് മോശമല്ലേ? ഇവിടെ ഫുഡ് കഴിക്കാതെ ഞാൻ എൻ്റെ ജീവൻ്റെ പാതിയാണല്ലോ, എൻ്റെ എല്ലിൻ പാതിയാ അല്ലേ? അങ്ങനെയൊക്കെ ഞങ്ങൾ ഇരുന്നു. ഇനിയാണ് മക്കളെ, ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല അതുവരെ. ഈ ആണെങ്കിൽ പൊടിക്കഞ്ഞിയൊക്കെ കുടിച്ചില്ലേ? എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ജ്യൂസ് മാത്രമേ ഉള്ളൂ. പിന്നെ സംസം വെള്ളവും ജ്യൂസൊക്കെ ബിളുക്കായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു, എല്ലാം റെഡിയാക്കി വെച്ചായിരുന്നു. പിന്നെ സൂട്ട് റൂമിൽ ഒരു ബോൾ ഉണ്ടായിരുന്നു. ഇവിടെ പിടിച്ചിട്ട് ആ ബോളിൽ ഇങ്ങനെ സ്കോട്ട് ചെയ്യലായിരുന്നു പണി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്കോട്ടിങ് തന്നെയായിരുന്നു, വേദന ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഹാജറാമയം വന്നു. ഹാജറാമയം വന്ന് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോഴൊന്നും എനിക്കിത് എന്താണെന്ന് അറിയില്ല കേട്ടോ ഗൈസ്. പ്രസവം എന്താണെന്നുള്ളതൊന്നും അറിയില്ല. എൻ്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ. ഞാൻ അവിടെ ചെയ്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് ഫുൾ കോമഡി ആയിരുന്നു അല്ലേ? ആ ഒരു കോമഡി ആസ്വദിക്കുക ചെയ്തിട്ട് എനിക്ക് ദേഷ്യപ്പെടുക. അത് ശരിയായിരുന്നു. എനിക്ക് പിന്നെ മനസ്സിലായി. ഒരാൾ പ്രസവ വേദന വെച്ച് കളിക്കുമ്പോൾ ഞാനവിടെ കോമഡി പറയാ. ഞാൻ കോമഡി പറഞ്ഞത് എനിക്ക് ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു സത്യം. അതായത് ഇന്ന ആരും പറഞ്ഞ് ഇടങ്ങാറാക്കരുത് വെച്ചിട്ട് ഞാൻ എൻ്റെ ജീവൻ രക്ഷിക്കാനാണ് അപ്പം നോക്കിയത്. ഞാൻ ഡോക്ടർ എന്താ ഡോക്ടർ ഞാൻ ചെയ്യാൻ പ്രസവിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പെറ്റാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കും, ഇങ്ങനെ കാട്ടും. പിന്നെ ഓരോ കാര്യങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞെന്താണ് ഇതൊന്നും നോക്കണ്ട, കാത് കുത്തണ വേദനയുള്ളൂ, ഇപ്പം പോരൂ. അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞ് കാത് കുത്തണ വേദന. ഡോക്ടറും നേഴ്സുമാരും നിന്ന് ചെറുക്കുക. എനിക്ക് ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഓരോന്നും അവിടെ പറഞ്ഞു കൂട്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ പ്രസവ വേദന കണ്ടപ്പോൾ എൻ്റെ മക്കളെ കിളി പോയി. എൻ്റെ കിളി ഏതിനെ പറന്നു പോയി എന്ന് എനിക്കറിയില്ല. എപ്പോഴും ആ കിളി തിരിച്ചു വന്നിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എന്താ കണ്ണിന്ന് പോയാത്ത കുറേ ചിത്രങ്ങൾ ആ ഒരു മണിക്കൂർ എനിക്ക് സമ്മാനിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ലൈഫിൽ നിന്ന് മാറൂല. കാരണം വേദന ഒരു തലത്ത്, പിന്നെ കുട്ടിനെ എടുക്കുന്നതും കുട്ടി പുറത്ത് വരുന്നതും അതിന് കൊട്ടുന്നതും അതിൻ്റെ വായിൽ നിന്ന് തുപ്പുന്നതും അതിനെ എടുത്ത പാടി നമ്മളെ എടുത്ത് നിങ്ങളാണ് ഇതിൻ്റെ ഉപ്പയും ഉമ്മ എന്ന് പറയുന്ന ഒരു സീനും, അതൊക്കെ ഒരു ഭർത്താവും കൂടി കാണുക എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയൊക്കെ എൻ്റെ ഏതിനെ പോയെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഇവളിന്നെ കുറേ പിച്ചും പേയും തല്ലലും കുത്തലും ഒക്കെ ഉണ്ടായിരുന്നു, കടിക്കലും മാന്തലും. ഞാൻ പറഞ്ഞു ഡോക്ടറെ നിങ്ങളൊന്ന് വിട്ടുന്ന ആളി,
കാരണം കഴിഞ്ഞ ഡെലിവറിക്ക് ആ ഹോസ്പിറ്റലിലേക്ക് ഇനി നമുക്ക് പോകാൻ പറ്റില്ല. കാരണം കൂടുതൽ ഇവിടെ നേഴ്സിനെ ആക്രമിച്ചെന്ന് പറഞ്ഞപ്പോൾ നേഴ്സുമാർ മാറുന്നു. പിന്നെ ഫുള്ള് ആക്രമം എനിക്കായി. കൈയൊക്കെ കടിക്കുക, മാന്തുക. ഇവിടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ പറഞ്ഞ്, ഇവിടെ ഭർത്താവിന്റെ സാമീപ്യമാണെന്ന്. 4 നേഴ്സ് ഞാൻ നിൽക്കുമ്പോ പറയാം ഇറങ്ങി പോന്ന്. എന്നെ വിളിച്ചു കയറ്റിട്ട് എന്നോട് പറയുന്ന വാക്കാണ് ഇറങ്ങി പോയിക്കോളി നിങ്ങൾ ഇവിടെ ആരും. ഞാൻ പറഞ്ഞേ എടി ഇജ്ജല്ലടി ഇന്നെ ഇവിടെ കയറ്റി ഇനി ഞാൻ നിന്ന എനിക്ക് സമാധാനം കിട്ടും എന്നല്ല ഇജ്ജ് പറഞ്ഞു. ആരെന്നാലും എനിക്ക് സമാധാനം കിട്ട ഡോക്ടർ, എന്റെ ഈ പെയിൻ ഒന്നും എനിക്ക് മാറ്റിക്കൊണ്ടാ. ഈ പെയിന് കുറച്ച് 5 മിനിറ്റ് മതി, 5 മിനിറ്റ് മാറാൻ എന്താ ഡോക്ടർ ഞാൻ ചെയ്യാ വെച്ചു. ഡോക്ടർക്ക് ഒന്നും പറയാനില്ല. ഡോക്ടർ ചെറുക്കണോണ്ട് എനിക്കാണെങ്കിൽ ചെറിയ വരുന്നുണ്ട്, ഇതെന്താന്ന് അറിയാത്തോണ്ടുള്ളൊരിതും. അല്ല അങ്ങനെ നിന്ന് നേഴ്സാണെങ്കിൽ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു, കുറച്ച് ഏജുള്ള നേഴ്സ്, നമ്മുടെ സബ്സ്ക്രൈബർ ആട്ടോ. ആ നേഴ്സാണെങ്കിൽ ഇവിടെ തൊടാൻ പറ്റൂല. ആ നേഴ്സ് അത്രയും നേരം ഗ്ലൂക്കോസ് കയറ്റാനും മോളെ സാരമില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് ആ നേഴ്സ് ലാസ്റ്റ് ചെയ്തിട്ടപ്പോഴേ തൊടണ്ട, ഇവിടെ തൊടണ്ട തന്നെ. ആ നേഴ്സ് അത്രയും പറഞ്ഞ നേഴ്സിട്ട് തൊടണ്ടാതെ, കാരണം ആ നേഴ്സിൽ തൊടുമ്പോൾ അവൾക്ക് വേദനയാണ്, ഇതാവുകയാണ്. എന്തൊക്കെയാ പറഞ്ഞു പൊന്നു ഡോക്ടറെ വിളിച്ച നാവുകൊണ്ട് വേറെ എന്തൊക്കെയാണ് ലാസ്റ്റ്. ഞാൻ തന്നെ കളിയാക്കാൻ പറഞ്ഞല്ലടി, ഒരാള് അവിടെ വേദനയുടെ എക്സ്ട്രീം ലെവലിൽ ഒരു മനുഷ്യൻ പറഞ്ഞു പോകുന്നത് ഓൾറെഡി ഇവിടെ പിച്ചും മെയും പറയുന്ന കൂട്ടത്തില. കാരണം ഇവൾക്ക് ഒരു പനി വന്നാൽ പോലും ഇവിടെ എന്തൊക്കെയാ അങ്ങനത്തെ ഒരാൾക്ക് ഇത്രയും വലിയ വേദന വരുമ്പോ എന്തൊക്കെ പറയുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാനത് കേട്ട ആളാ, പക്ഷെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരിക്കലും ഇവിടെ കുറ്റം പറയാൻ ആ ഒരു വേദന ആർക്കും സഹിക്കാൻ പറ്റാത്ത വേദനയാണെന്ന് ഒരാളെ ഫേസ് കണ്ടപ്പോഴും ആ ഒരു പ്രോസസ്സ് നേരെ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി. ആ സന്തോഷം ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ കുട്ടീൻ്റെ ഫസ്റ്റ് രൂപം കാണുന്നത് എങ്ങനെ ഫുള്ള് വെള്ള കളറാ കുട്ടി അല്ലേ. അതിങ്ങനെ വന്ന് ആ പുക്കിൾക്കൊടി കട്ട് ചെയ്യണൊക്കെ ഉണ്ട് കാണുമ്പോഴല്ലോ. എന്നിട്ട് ഇങ്ങോട്ട് വന്ന് നമ്മുടെ നെഞ്ചത്ത് കാണുമ്പോഴും ആ ഒരു ഫസ്റ്റ് ഞാൻ ആദ്യം നോക്കിയത് കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ളതാണ്. എടുത്ത പാട് കുട്ടീൻ്റെ ആ ഒരു ഭാഗം ഞാൻ കണ്ടു. ആ ഒരു ഭാഗം കണ്ടപ്പോൾ എനിക്ക് അപ്പം തന്നെ ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെക്കൻ കുട്ടിയാണെന്ന് പറഞ്ഞു. അതിലിപ്പോൾ ചക്കേ സന്തോഷായില്ലേ, സന്തോഷായില്ല ചേച്ചില. എന്ത് സന്തോഷം, ഈ കണ്ട വേദനയൊക്കെ അനുഭവിച്ചത് ഈ കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞു. പൊന്നു ഡോക്ടറെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ പറയൂ. അപ്പൊ പറഞ്ഞു ഭൂമിയിൽ പ്രസവിക്കുന്ന എല്ലാ പെണ്ണുങ്ങളും എന്തെങ്കിലുമൊക്കെ പറയും. ആ വേദന എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒച്ച ഉണ്ടാക്കി ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. ചിലവര് ചിലപ്പോ മിണ്ടാതെ. ഇവിടെ ഏറ്റവും കൂടുതൽ പറഞ്ഞത് എനിക്ക് സിസേറിയൻ വേണം എന്നാണ്. ഞാൻ ഏറ്റവും കൂടുതൽ തടുത്തതും അനക്ക് സിസേറിയൻ വേണ്ട എന്നുള്ളതാണ്. ഒരു ഭർത്താവിന് അപ്പൊ കൊടുക്കാൻ പറ്റുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആ നേരത്തെ ഇവിടെ എടുക്കുന്ന തീരുമാനം വേദന ഉണ്ടാവും. പക്ഷെ നമ്മളത് എന്താക്കുക, സമീപിച്ചിട്ട് എടി അനക്ക് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലല്ലോ, ഞാൻ നല്ലോണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പേടിച്ച് വരച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ സപ്പോർട്ട് ചെയ്തോളെ കൈ ഒയ്യാനും കാല് ഒയ്യാനും കൈ ഒയ്ത് കൊടുക്കുക, കാല് ഒഴിഞ്ഞു കൊടുക്കുക, തല ഒഴിഞ്ഞു കൊടുക്കുക ഒക്കെ ചെയ്തിട്ട് പറയുന്നത് ഇറങ്ങി പോയിക്കോളിയത്. ഇവർക്ക് വേദന വന്നപ്പോ ഞാൻ ആരും ഇല്ല ഇറങ്ങി പോയിക്കോളി നല്ല ഞാൻ പറഞ്ഞു. എനിക്ക് ഓർമ്മ ഉണ്ടായി നിങ്ങള് എന്താ പറഞ്ഞപ്പോ ചെറിയ വേനങ്ങളൊന്ന് പോയിക്ക അങ്ങനെ പറഞ്ഞത് അവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞേക്കണേ. നിങ്ങളോട് ഞാൻ എന്നോട് പറഞ്ഞു എന്റെ അമ്മനെ നിർത്തിട്ട് എന്നാലും അതൊക്കെ ഞാൻ പറഞ്ഞേക്കണേ പാണ്ടാറിന്. ഓർമ്മയില്ല ഞാൻ എന്നാ എന്റെ അമ്മനെ നിർത്തടിന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു പാണ്ടാറിന്. എന്തായാലും മൊത്തത്തില് ഇവൾക്കൊന്നും ഓർമ്മ ഉണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. ലാസ്റ്റ് എല്ലാ ഡോക്ടർമാരും നഴ്സുമാരും പറഞ്ഞ ശേഷം കുട്ടിനെ കിട്ടിയിട്ട് വേദന സഹിക്കാത്ത ഒരാളാണ്. അപ്പം അത് വരുമ്പോ എങ്ങനെ ഉണ്ടാവുന്നുള്ളത് മനസ്സിലാക്കി. അപ്പൊ എന്റെ കുട്ടീനെ ഡോക്ടറോട് എല്ലാരോടും പറയാം ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി ഇട്ടോന്ന്. അതില് കഴിഞ്ഞല്ലോ. അങ്ങനെ ഓലൊന്നും ഞാൻ ഇന്ത്യയിൽ ഇങ്ങനെ പഠിച്ചു എന്തോ ഒരിച്ചറിയാന്നല്ലാണ്ട് ഓലൊന്നും. എന്തായാലും സൂട്ട് റൂം ഒരു വലിയൊരു അനുഭവമായിരുന്നു. പിന്നെ ഇതിൽ കുറേ പറയണമെന്നൊക്കെ വിചാരിച്ചപ്പോൾ എനിക്കിത് കളിയാക്കാൻ തോന്നുന്നില്ല. വെറുതെ കളിയാക്കേണ്ട സാധനമല്ലല്ലോ അത്. പ്രസവ വേദന നമ്മൾ ഒരിക്കലും കളിയാക്കാൻ പറ്റിയ സാധനമല്ല എന്ന് മനസ്സിലാവുകൊണ്ട് ഞാനത് കളിയാക്കുന്നില്ല. ഞാൻ ഇവിടെ അടുത്ത് പൊരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഉള്ളിലോട്ട് കയറിയപ്പോൾ നമ്മളാകെ മാനസാന്തരപ്പെട്ടു എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നമുക്കത് കണ്ടു കഴിഞ്ഞാലാണ് അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എക്സ്ട്രീമലി ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള സംഭവം തന്നെയാണ് കേട്ടോ ഈ പ്രസവ വേദന എന്നുള്ളത്. അതൊരു മനുഷ്യൻ അനുഭവിക്കുന്നത് നേരിട്ട് കണ്ടു, ഒരു ഡെലിവറി നേരിട്ട് കണ്ടു, എങ്ങനെ ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നു, ആ കുഞ്ഞിന് എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ അറിയാൻ പറ്റി.
ഒക്കെ നേരിട്ട് കാണാനും കേൾക്കാനും സൗണ്ട് കേൾക്കാനും ബാങ്ക് കൊടുക്കാനൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പറ്റി. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഏതൊരു ഭാര്യമാരും ആഗ്രഹിക്കുന്നത് ഭർത്താവിനൊരു ആ നേരത്ത് കൈത്താങ്ങായിട്ട് കിട്ടുന്നൊക്കെ നിങ്ങളെ ഭർത്താവ് ഞങ്ങൾ ഭാര്യമാർ ചിലപ്പോൾ ആ വേദന കൊണ്ട് നിങ്ങൾ തല്ലിന്ന് വരെ ഇരിക്കും, പിന്നെ കടിച്ച് മാന്തൊക്കെ ചെയ്തിരിക്കണേ, അതൊന്നും ഇവിടെ കാണിക്കാൻ പറ്റൂല. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ വേദന ഉണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് കടിച്ചിട്ടില്ലാന്നോ? ഞാൻ എന്നിട്ട് കടിച്ചോ വേദന സഹിക്കണ്ട വെച്ചിട്ട് ഞാൻ വെച്ചു കൊടുക്കുന്നു എൻ്റെ കൈ. അതൊക്കെ ചെയ്തിക്ക് പിന്നെ വേദന ഉള്ളപ്പോൾ മെല്ലെ എടുത്തു. എന്തായാലും വേദന ഞാനും അനുഭവിക്കണമല്ലോ. ഞാൻ എന്നിട്ട് ഡോക്ടർ പൊന്നു ഡോക്ടർ ഒരു 5 മിനിറ്റത്തേക്ക് ഈ വേദന മാറാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇവിടെ ഡോക്ടറോട് ചോദിക്കുന്ന ചോദ്യം. ഡോക്ടർ ഏതൊരു പെണ്ണ് പറയും, ഡോക്ടർ അപ്പം പറയുന്നത് മോളെ വേദന വരാനല്ലേ എല്ലാവരും പ്രാർത്ഥിക്കണ്ടേ, 5 മിനിറ്റ് മതി ഡോക്ടർ, 5 മിനിറ്റ് മതി, കുറച്ച് നേരത്തിന് മാത്രം മതി, പിന്നെ ഇവിടെ അങ്ങോട്ട് സോപ്പിടുക. ഡോക്ടർ ഇങ്ങോട്ട് സോപ്പിടുകയാണ്. മോളെ ഡോക്ടർ പറയാണ് 5 മോളെ സിസേറിയൻ ചെയ്യാതെ കേട്ടോ, ഞാൻ അവിടെ ഒഴിവുണ്ടോ നോക്കട്ടെ, മോള് പറഞ്ഞ മാതിരി തന്നെ ചെയ്തുതരാം, നീ പേടിക്കണ്ട. മോളെ ഡോക്ടർ എല്ലാം ഇങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ അങ്ങോട്ട് അതേ കാർഡ് അങ്ങോട്ട് ഇറക്കുക. ഡോക്ടർ 5 മിനിറ്റ് 5 മിനിറ്റ് മതി അങ്ങനെ പറയാം. അത് 5 മിനിറ്റ് വരെ നിർത്താനുള്ള എന്തെങ്കിലും സൂചി ഉണ്ടോ? അപ്പോൾ ഡോക്ടർ പോയിട്ട് ഒരു സൂചി കൊടുത്ത് വെച്ചെടുത്തു അല്ലേ? ഒരു സൂചി വെച്ചിട്ടില്ല, എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ്. അത് വെച്ചിട്ടുണ്ടല്ലോ പറഞ്ഞു, ഞാൻ കണ്ടിട്ടൊന്നുമല്ല വെച്ചത്. അതന്നെ വേദന മാറാൻ വേണ്ടിയിട്ട്, അതായത് ഒരു മനുഷ്യന്റെ മൈൻഡാണ് അവിടെ ഡോക്ടർ മാറ്റുന്നത് എന്നുള്ളതാണ്. പിന്നെ ഡോക്ടർ ആ നേരത്തും ഫുള്ള് ടൈം നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ സൂട്ട് റൂം വിശേഷങ്ങൾ. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല, കാരണം ഒരു പറഞ്ഞ സമയം കൊണ്ട് ഡെലിവറിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് പുറത്തു വന്നു. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ മടിച്ചു നിന്ന മാതിരി ആരും മടിച്ചിരിക്കേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് വലിയൊരു സംഭവമൊന്നുമില്ല. പിന്നെ ഞാൻ ചിന്തിച്ചത് ഇത് മാത്രമാണ്, എൻ്റെ ഉമ്മ ഇത്രയും പെയിൻ അനുഭവിച്ച് എൻ്റെ ഭാര്യ ഇത്ര പെയിൻ, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും വരാനില്ല. കാരണം ഇതൊക്കെ അവരനുഭവിക്കണമെങ്കിൽ ഇത് കണ്ടിരിക്കണം നമുക്കാണോ പണി, അത്ര ചിന്തിച്ചാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. അപ്പോൾ പരമാവധി ഇത് പൈസ ചിലവുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചിലവുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഡെലിവറി നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ ഇതിനും കൂടി കുറച്ച് പൈസ സേവ് ചെയ്ത് വെക്കുക. കാരണം ആ നേരത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഏറ്റവും ഹെൽപ്ഫുള്ള് ചിലപ്പോൾ പാർട്ണർ തന്നെ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ സ്യൂട്ട് റൂം സ്റ്റോറി ഇഷ്ടപ്പെട്ടവരെന്താക്കുക, എല്ലാവരെയും ഭർത്താക്കന്മാരെന്താക്കുക സ്യൂട്ട് റൂമിൽ കയറ്റുക. ഞാൻ അടുത്ത സ്യൂട്ട് റൂമിൽ ഞാൻ കയറണോ? ഞാൻ ആദ്യം കയറും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിക്കണ് ഗൈസ്. എന്തായാലും എനിക്ക് ഇഷ്ടമായത് അതാണ് കേട്ടോ. കാരണം അവനാണ് മക്കളെ ഇവള് കാണുന്ന പോലെ തന്നെ നമ്മളും കാണുകയാണല്ലോ. ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞിരിക്കണേ. ആദ്യമായിട്ടൊരു കുട്ടിയുണ്ട്, അപ്പൊ എനിക്കത് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യമാണെങ്കിലും അവസാനമാണെങ്കിലും എല്ലാവരും ഒന്ന് കയറാം. അപ്പോൾ ഉമ്മാന്റെ കാലിന്റെ പാടിയില്ല ആ ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ആക്കാം അല്ലേ? എന്ന് പാടിക്കോ. ഉമ്മാന്റെ കാലടി പാടിലാണ് സുബർഗം മോത്തോളി, മുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളി, അമ്മിഞ്ഞ പാലിൻ മധുരം എന്ന് മറക്കാമോ, 1000 പെറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ, ഉമ്മാന്റെ കാലടി പാലിലാണ് സുബർഗം മോർത്തോളി. അപ്പം എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും സൂട്ട് റൂം സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരും ഇതൊരു കുറച്ചിലായിട്ടോ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒന്ന് പറയാൻ പാടുമോ എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ നമ്മുടെ ആൾക്കാർക്ക് ഇതൊക്കെ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാനിത് അങ്ങനത്തെ ഒന്നുമല്ല, ഞാനിത് കുറച്ച് മാതാപിതാക്കളെങ്ങനെ എന്നുള്ളതും അങ്ങനത്തെ പൊതു സമൂഹത്തിനും ഒരു ഭർത്താക്കന്മാർക്ക് ഭാര്യമാർക്കാന്ന് നോക്കാൻ പറ്റുന്ന ആ നേരത്തെ കെയറിങ്ങും അനുഭവിച്ചറിഞ്ഞത് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റുകൾ ഞാൻ ഉണ്ടെങ്കിലും ഞാനത് കണക്കാക്കുന്നില്ല. ഞാൻ എൻ്റെ ശരികളിലൂടെ മുന്നോട്ട് പോകുന്നു, അല്ലാതെ ഇവിടെ തുണി അയച്ചിട്ട് ഒന്നും ഇവിടെ കാണിക്കാനോ ഒന്നും പറയാനോ നിന്നിട്ടില്ല. ഞങ്ങൾ പറയുന്ന അത്രയും സൂക്ഷിച്ച് ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ആർക്കും അങ്ങനെ ഇതാവരുത് എന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും അത് മോശമായിട്ട് കണക്കാക്കേണ്ടതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഭൂമിയിലോട്ട് ഒരു ജന്മം നൽകുന്നത് അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഏറ്റവും എക്സ്ട്രീമലി വേദന അനുഭവിച്ചതും
ഒക്കെ ഇവിടെ തന്നെയാണ്. നമുക്കും വേദന ഉണ്ട്. അത് അനുഭവിക്കുന്ന അത്ര വേദന കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാവില്ലല്ലോ. പക്ഷെ നമ്മുടെ ഭാര്യമാരെ നമ്മൾ അത്രയും പ്രിയമായിട്ട് കാണുമ്പോൾ ഓരോ വേദന നമ്മളെ വേദനയായിട്ട് മാറും. എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാം കഴിഞ്ഞ് നമുക്കൊരു മോൻകുട്ടി ഉണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.